ഞാനും കാണിച്ചു തരട്ടെ. ഏസിയുടെ വെള്ളത്തിൽ പ്രാവ് കുളിക്കുന്ന കണ്ട, ഏസിയുടെ വെള്ളത്തിൽ പാവം കണ്ട. രാവിലെ എണീറ്റു, ഇന്നലത്തെ ക്ഷീണം പോയില്ല. ഇന്നലെ രാത്രി ഡാൻസ് ഒക്കെ കളിച്ചില്ലേ, ക്ഷീണമൊന്നും പോയില്ല. 8 മണിയാവാറായി. 8 മണിക്ക് എണീറ്റേ, പിന്നെ ഫ്രഷ് ഒക്കെ ആയി ഇരിക്കുക ചുമ്മാ. ഇനി പഠിക്കണ്ടല്ലോ, ഇനി വെക്കേഷൻ അല്ലേ. ഇന്ന് തൊട്ട് IPL സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. IPL ടാനൊക്കെ അടിച്ചോണ്ടേ മുഖത്ത്, ടാൻ എന്ന് വെച്ചാ ടാൻ അടിച്ച്, അതുകൊണ്ട് ഇച്ചിരി ഫേഷ്യലൊക്കെ ചെയ്യുന്നു വീട്ടിലെല്ലാവർക്കും വേണ്ടി. എല്ലാം തേച്ച് കുളിച്ച് റെഡിയായി ചുമ്മാ പോസ്റ്റ് ഗൈസ്. അവനും കൂട്ടുകാരനും എക്സാം എഴുതാൻ പോയിക്കോ, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അണ്ണൻ ഉറങ്ങുമായിരിക്കും. അണ്ണനെ വിളിച്ചപ്പോൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ്. പുറത്തോട്ട് പോവാ, വീട്ടിൽ ഇരുന്ന് ഭയങ്കര പോസ്റ്റ്, അതുകൊണ്ട് അണ്ണൻ്റെ വീട്ടിലോട്ട് പോവാം. കൂട്ടുകാരൻ എക്സാം എഴുതി പോകാൻ കാണും. അണ്ണൻ്റെ വീട്ടിൽ വന്ന് ഇച്ചിരി നേരം ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ചൂട് വെയിലില്ലെന്ന് പറഞ്ഞ് ചൂടുണ്ട് കേട്ടോ ഗൈസ്, നല്ല ചൂട് കേട്ടാ, പൊള്ളുന്നു കേട്ടോ. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോവാ കേട്ടോ ഗൈസ്. തിരിച്ച് വീട്ടിൽ എത്തിയപ്പോൾ ഇവിടെ ആളില്ല, ഗേറ്റൊക്കെ ലോക്ക്. ഉഗണ്ണ ഇന്ന് തൊറമ്മ ചാടാൻ പറയാ, ചാടാ നമുക്ക്. മാങ്ങയുടെ ഇത് വഴി കൂടെ കയറി അപ്പുറത്ത് ചാടണം. അതിന് ഭയങ്കര ഹൈറ്റ് കണ്ട വീണ പൂച്ചല്ല പറ ഗൈസ്. അണ്ണൻ അതാ നമ്മുടെ ഭാസ്കരനെ കണ്ട ഉറങ്ങുന്നു ഇവിടെ. ഭാസ്കര എന്തുവാടാ ഡിപ്രഷൻ ആയാലോ? ഒറ്റയ്ക്കുള്ള ഒന്നും കൂടി ഉണ്ടെന്നാ കൂട്ടി. എന്തേ കാണുന്നില്ലല്ലോ? ആ കൂട്ടിലുണ്ട്, കാണുന്നില്ലല്ലോ. ഒറ്റയ്ക്കുണ്ടോ? മറ്റേ ചത്ത് കാണും. എന്തായാലും ഡിപ്രഷൻ ഇല്ല, ചത്തില്ല. ഒരെണ്ണം ഉണ്ടാക്കുന്നത് ആ സാധനം കണ്ട, അതിന്റെ അകത്തൊക്കെ കാണും. എന്ന് നീ ഒന്ന് കാണിച്ചു ചെങ്ങാണി. ഇതിനെ അടി ഇവൻ ചായ കുടിക്കാൻ പോകുന്നു ഗൈസ്. ചായ ഉണ്ടാക്കി ഗൈസ്. ചായ വേണോ? പോയിട്ടോ കളിയുണ്ട് ഗൈസ്. അങ്ങനെ ഇന്ന് വാശിക്കളി. പള്ളിക്കീരിയും മയോഗ FC ഇവിടെ കിടക്കുന്നുണ്ട ഇലയുടെ അടുക്കൊക്കെ. ആ ഭാസ്കരൻ ഇവിടെ സ്നേഹിക്കുന്നു. നമ്മളങ്ങ് ഇവനെ എടുത്താലോ, ഭയങ്കര വെയിറ്റ് കേട്ടോ. നമ്മളെ തിരിച്ച് വീട്ടിൽ വന്നേക്കോ ഗൈസ്. എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം, അതുകൊണ്ട് വീട്ടിൽ വന്നേക്കോ. റെഡിയായിക്കോ ഗൈസ്. റെഡിയായി, അമ്മ റെഡിയാകാൻ പോയി. അങ്ങനെ ഫോൺ ചാർജിങ്ങിൽ കുത്തിയിട്ടേക്കോ ഗൈസ്. ബുള്ളറ്റിൻ്റെ താക്കോലാണെന്നില്ല ഗൈസ്. ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കുക, കാണുന്നില്ല. വണ്ടി പിന്നെ താക്കോല് കാണുന്നില്ല ഗൈസ്. സ്കൂട്ടർ എടുത്തിട്ട് പോവാ ഗൈസ്. സ്കൂട്ടർ എടുക്കുക ഗൈസ്. പാവം ബുള്ളറ്റ് ഒന്നും എടുക്കാൻ കിട്ടിയില്ല. താക്കോല് എവിടെ പോയി കിടക്കുന്നത് എനിക്ക് ദേഷ്യം വരുത്താം. RP മോളിൽ എത്തിയേക്ക് വെച്ച് നമ്മൾ ചേഞ്ചിങ് റൂമിൽ വന്നേക്ക് വെച്ച് ഷർട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് കാണിച്ചു തരാൻ. എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ചെയ്യണം ഇത് എങ്ങനെയുണ്ടെന്ന്. എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. മാച്ചിങ് ഞാൻ ഈ ഷർട്ട് എടുത്ത നല്ല മാച്ച്. ഇത് കൊള്ളത്തില്ല, ഇത് ഭയങ്കര ടൈറ്റ്, വേറെ സൈസൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതെടുത്തു. അതേസമയം ഇനി 2 ഷർട്ട് ഇട്ടേക്കോ, നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാൻ. നിങ്ങൾക്ക് ഞാൻ 2 ഷർട്ട് എടുത്തേക്കോ ഗൈസ്. 2 ഷർട്ട് ഇതാ, ബ്ലൂവും പിന്നെ ഒരു ചോക്ലേറ്റും. 3-ാം തീയതി ഒരു സ്ഥലം വരെ പോകുന്നു, അതിനുവേണ്ടി 3-ാം തീയതി വരെ കാത്തിക്കണം കേട്ടോ ഗൈസ്. 3-ാം തീയതി തൊട്ട് ഞങ്ങൾ പുറത്തോട്ടായി കേട്ടോ, കറങ്ങാൻ പോകും. തിരിച്ച് വീട്ടിൽ വന്നേക്കോ. നമ്മൾ കളി കാണാൻ പോവാം. ഇന്ന് മത്സരക്കളി ഉണ്ടായിരുന്നു.
ഇവിടുത്തെ മറ്റേ മയോഗ FC-യും പിന്നെ ഏതൊരു സ്കൂളുമായിട്ട് കോണത്തേത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ ഇത് കാണാൻ പോവാം. അതുകൊണ്ടാണ് ഇത്ര എളുപ്പം വന്നത്. ഗോപിക്കുട്ടൻ കൊണ്ടുപോയി ഒണ്ടൊന്നും പോയില്ലോ നിൽക്കുന്നതായിരിക്കും. വീണ് കക്കട ചിരി. മഴ പെയ്യാമാര് ഇതുവരെ ചീറ്റ് കളിക്കുക. ചീറ്റിന്റെ വാട്ടർ പ്രൂഫ് ആണ് പോകുന്ന ഗൈസ്. ഇതൊക്കെ രാത്രിയും പകലൊന്നും അറിയാത്ത ആൾക്കാരാണ്. വീട്ടിൽ പോവാ. കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിനി. തിരിച്ച് വീട്ടിൽ വന്ന് മാച്ച് കണ്ടോണ്ടിരിക്കുക കേട്ടാ. ആദ്യത്തെ മാച്ച് RCB-യും SRH-ഉം 28 അടിച്ച്. എന്താ അടിയാ. കിഷൻ ഫോം 74-35 ഗോളില് അടിച്ച് പൊട്ടിക്കുന്ന കേട്ടാ. നമ്മള് വ്ളോഗിൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശരിയെന്നാ ബൈ.